നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സംസ്ഥാന ബി.ജെ.പിയിൽ വലിയ കലാപമാണ് നടക്കുന്നത്. ആഭ്യന്തര കലാപം രൂക്ഷമാണ് ബി.ജെ.പിയിൽ എന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ വിവരം പുറത്തുവരുന്നത് ബി.ജെ.പി നേതാക്കളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. സംസ്ഥാനത്ത് 3 സീറ്റുകളിൽ ബി.ജെ.പിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ചാത്തന്നൂരും കഴക്കൂട്ടവും നേമത്തും ബി.ജെ.പി വെന്നിക്കൊടി പാറിച്ച സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി 3 ബി.ജെ.പി എം.എൽ.എമാർ നിയമസഭയിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ അതൊന്നുമല്ല യാഥാർത്ഥ്യം. ഈ ബി.ജെ.പിയിൽ ഇത്തവണ ബി.ജെ.പിക്ക് അതിൽ കൂടുതൽ 3-ൽ കൂടുതൽ സീറ്റുകൾ ജയിക്കാൻ കഴിയുമായിരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതില്ലാതാക്കിയത് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള സംവിധാനമാണെന്നാണ് കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും ഒക്കെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത്. കാരണം ഇത്തവണ ബി.ജെ.പിക്ക് വലിയ സ്വാധീനമുള്ള പല സീറ്റുകളും ഘടകകക്ഷികൾക്ക് കൊടുത്തു. അതായത് ബി.ജെ.പി ഭരിക്കുന്ന നഗരസഭകളിൽ ഒന്നാണ് തൃപ്പൂണിത്തുറ നഗരസഭ. തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചത് 2020 സ്ഥാനാർത്ഥിയാണ്. തൊട്ടപ്പുറത്ത് കൊടുങ്ങല്ലൂര് ബി.ജെ.പി പ്രതിപക്ഷത്തിരിക്കുന്ന നഗരസഭയാണ്. കൊടുങ്ങല്ലൂരിൽ കൃത്യമായ സ്വാധീനം ബി.ജെ.പിക്കുണ്ട്. അവിടെ മത്സരിച്ചത് 2020 ആണ്. ഇത്തരത്തിൽ ഘടകകക്ഷികൾക്ക് ബി.ജെ.പിക്ക് ജയസാധ്യത ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ബി.ജെ.പിക്ക് കൃത്യമായ ഒരു പോരാട്ടം നടത്താൻ ഫൈറ്റ് നടത്താൻ സാധ്യതയുണ്ടായ സീറ്റുകൾ ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുത്തു. ഇത്തരത്തിൽ 40ഓളം സീറ്റുകൾ ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുത്തതിന്റെ പരിണിത ഫലമാണ് UDFന് ഇത്ര വലിയ വിജയം നേടാൻ കഴിഞ്ഞതെന്നാണ് ഒരു വിഭാഗം നേതാക്കന്മാർ പറയുന്നത്. കാരണം അത് മാത്രമല്ല, ബി.ജെ.പിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു കിച്ചൺ ക്യാബിനറ്റ് ആണ് എന്നാണ് കെ സുരേന്ദ്ര പക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കിച്ചൺ ക്യാബിനറ്റ് ആരാന്ന് ചോദിച്ചാൽ രാജീവ് ചന്ദ്രശേഖർ, എസ് സുരേഷ്, അനൂപ് ആന്റണി, ഈ 3 പേരാണ് ഇപ്പോൾ കേരളത്തിലെ ബി.ജെ.പിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നാണ് രാജീവ് ചന്ദ്രശേഖരനെ എതിർക്കുന്ന പക്ഷം പറയുന്നത്. രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം ആരും ഈ അനൂപ് ആന്റണിയും ഷോൺ ജോർജിനെ പോലെയുള്ള ബി.ജെ.പി രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ബി.ജെ.പിയുടെ താഴേക്കിട രാഷ്ട്രീയത്തിൽ നിന്ന്, അതായത് പരിവാർ സംഘടനകളൊന്നും പ്രവർത്തിക്കാതെ ABVP-യിലോ ബാലഗോകുലത്തിലോ യുവമോർച്ചയിലോ പ്രവർത്തിക്കാതെ കടന്നു വന്ന ആളുകളാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ടീമായി നിൽക്കുന്നത് എന്ന ആരോപണമാണ് എതിർപക്ഷം ഉന്നയിക്കുന്നത്. അതുമാത്രമല്ല, അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. രാജീവ് ചന്ദ്രശേഖരന് കേരളത്തിന്റെ ഗ്രൗണ്ട് ലെവൽ പൊളിറ്റിക്സ് അറിയില്ല, അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് പൊളിറ്റിക്സ് അറിയില്ല. അതറിയാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മണ്ടൻ തീരുമാനങ്ങളാണ് നടപ്പിലാക്കുന്നത്. ഇത് കേരളത്തിലെ ബി.ജെ.പിയുടെ വളർച്ചയ്ക്ക് ഉതകുന്നതല്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖരനെ എതിർക്കുന്ന പക്ഷം പറയുന്നത്. അതുമാത്രമല്ല, രാജീവ് ചന്ദ്രശേഖരന് കനത്ത അടി ബി.ജെ.പി ഒരു വിഭാഗം, അതായത് കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും അനുകൂലിക്കുന്ന പക്ഷം നൽകിയത് നിയമസഭയിലെ കക്ഷി നേതാവായി രാജീവ് ചന്ദ്രശേഖരനെ തിരഞ്ഞെടുക്കാനായിരുന്നു രാജീവ് ചന്ദ്രശേഖരനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് താല്പര്യം. എന്നാൽ കൃത്യമായി മലയാളം അറിയാത്ത, കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് യാഥാർത്ഥ്യബോധമില്ലാത്ത രാജീവ് ചന്ദ്രശേഖരൻ നിയമസഭയിൽ പോയിട്ട് എന്തു ചെയ്യാനാ എന്നൊരു ചോദ്യമാണ് മറുവിഭാഗം ചോദിച്ചത്. അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയൊടുവിൽ വി മുരളീധരനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കേണ്ടി വന്ന സാഹചര്യം കൂടി ഇത്തവണ ഉണ്ടായിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖരൻ കോടികൾ നിയമമണ്ഡലത്തിൽ ചെലവഴിച്ചുകൊണ്ടാണ് നിയമം പിടിച്ചെടുത്തത് എന്നാണ് ബി.ജെ.പിയിലെ തന്നെ ഒരു വിഭാഗം നേതാക്കന്മാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബി.ജെ.പിയിലെ ഈ ചക്കളത്ത് പോര് അത്ര പെട്ടെന്നൊന്നും അവസാനിക്കില്ല. കേരള രാഷ്ട്രീയത്തിന്റെ ബാലപാഠം അറിയാത്ത, കേരള രാഷ്ട്രീയത്തിന്റെ ഗ്രൗണ്ട് ലെവൽ പൊളിറ്റിക്സ് അറിയാത്ത, ഗ്രാസ് റൂട്ട് പൊളിറ്റിക്സ് അറിയാത്ത രാജീവ് ചന്ദ്രശേഖരന് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഒരു വിഭാഗം പറയുന്നത്. അത് ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ വി മുരളീധരനെ അനുകൂലിക്കുന്നവർ, മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്നവർ, ഇവരെല്ലാം രാജീവ് ചന്ദ്രശേഖരനെതിരെ വാളോങ്ങിയിരിക്കുകയാണ്. ഈ കിച്ചൺ ക്യാബിനറ്റുമായി എത്ര കാലം വി മുരളീധരന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊരു ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. അനൂപ് ആന്റണിക്ക് കേരളത്തിന്റെ പരിവാർ സംഘടനകളുമായി എന്ത് ബന്ധമാണുള്ളത്, കേരളത്തിലെ ഗ്രാസ് റൂട്ട് പൊളിറ്റിക്സിനെ കുറിച്ച് എന്തറിയാം എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അനൂപ് ആന്റണി പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ അധപ്പതിച്ചു എന്ന് അദ്ദേഹത്തെ എതിർക്കുന്ന പക്ഷം പറയുന്നു. ബി.ജെ.പിയിലെ ഈ കൂട്ടക്കലാപം വലിയ പൊട്ടിത്തെറിയിലേക്ക് വരും ദിവസങ്ങളിൽ നീങ്ങും. അത് കേരള രാഷ്ട്രീയത്തിലെ വലിയ പൊട്ടിത്തെറിക്കായിരിക്കും, ബി.ജെ.പി രാഷ്ട്രീയത്തിലെ വലിയ പൊട്ടിത്തെറിക്കായിരിക്കും വരും ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.